രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്ന സിറിളിനെ കണ്ടു ഞെട്ടുന്ന ശ്രുതി, ജയസുധയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന സുദീപിനെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോകുന്ന സിറിൾ, സുദീപിന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്ന ജയസുധ, തലകറങ്ങി വീഴുന്ന ശ്രുതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇത് കണ്ട് നിരാശയായി നിൽക്കുന്ന ജയസുധ, ഡോക്ടർ സൂസൻ ശ്രുതിയുടെ നില അല്പം അപകടത്തിലാണെന്നും കുറച്ച് രക്തം വേണ്ടിവരുമെന്നും പറയുന്നു. ഇനി തുടർന്നു കാണുക. എല്ലാരും ഓരോ തിരക്കിലല്ലേ വെച്ചേട്ടാ. കുഴപ്പമില്ല, എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭംഗിയുണ്ടെങ്കിൽ നടന്നുപോയി. ഇറങ്ങണേ എപ്പോഴെങ്കിലും സൗകര്യം പോലെ. ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പോകാനുള്ള തിരക്കിലാ ചേട്ടാ. അതിന്റെ കാര്യങ്ങളായിട്ട് ഓടി നിൽക്കുക. ഒരു മിനിറ്റ് ചേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാണേ. പിള്ളേരൊക്കെ റെഡി ആയി. എല്ലാവരോടും അന്വേഷണം പറയണേ അവിടെ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ സമയം പോലെ. ഇവിടെ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങുക, അതിന്റെ തിരക്കാ. എനിക്കൊരു കോള് വരുന്നുണ്ട് ചേട്ടാ. സുദീപോ, അവൻ അത്യാവശ്യമായിട്ടൊന്ന് വെളിയിൽ പോയിരിക്കുക. എനിക്ക് പോകേണ്ടിയോണ്ട് അവനെ പറഞ്ഞു വിട്ടു. ശരി ചേട്ടാ, വിളിച്ചതിന് സന്തോഷം. സബി, എന്താ എവിടെ? എങ്ങനെയുണ്ട് ശ്രുതിക്ക്? അല്പം കോംപ്ലിക്കേറ്റഡാ. ഇപ്പൊ ഐസിയുലേക്ക് മാറ്റൂന്നാ പറയുന്നേ. ഐസിയുലോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ബ്ലീഡിങ് ചെറുതായിട്ടുണ്ട്. വലിയ വീഴ്ചയായി പോയിന്നാ പറഞ്ഞേ. എന്തോ ഭാഗ്യത്തിന് പ്ലാസിന്റെ പൊട്ടാതിരുന്നെന്നാ പറഞ്ഞേ. ഈശ്വര. 1-2 സ്കാനിങ് വേണമെന്ന് പറഞ്ഞു. അത്യാവശ്യം ബ്ലഡും വേണം. അതും കിട്ടാൻ വളരെ വിഷമാ. റെയർ ഗ്രൂപ്പാ, AB നെഗറ്റീവ്. ഞാനത് ഏർപ്പാടാക്കാം. ബ്ലഡ് ബാങ്കിൽ എന്റെ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല NGOകളുണ്ട്. അത് നമുക്ക് ഏർപ്പാടാക്കാം. വേറെന്താ വേണ്ടേ സബി? ഡോക്ടർ ഇപ്പൊ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയാലേ എന്തേലും പറയാൻ പറ്റൂ. ആകെ ടെൻഷനാ രവി. സുദീപ് ഇല്ലേ അവിടെ? ഉണ്ട്, അവനും ടെൻഷനില്ല. ബ്ലഡിന്റെ കാര്യത്തിന് വേണ്ടി അവനും ആരൊക്കെയോ വിളിച്ചോണ്ടിരിക്കുക. അത് ഇടയ്ക്കൊക്കെ മയക്കം വരുന്നുണ്ട്. അവളുടെ പ്രഷർ വേരിയേഷനാ. ശ്രുതിയെ കൊണ്ടുവന്നുണ്ട്, ഞാൻ വിളിക്കാം അങ്ങോട്ട്. അമ്മാ, ഇതെന്ത് കഷ്ടോ രവി. ആ പൊടിമോനെ എന്തിനാ വിട്ടേ? ആ കൊച്ചാണെങ്കിൽ മുകളിലിരുന്ന് സങ്കടപ്പെടുക. സാഹചര്യം എങ്ങനെ ആയിപ്പോണ്ടല്ലേ അമ്മേ? അതാണെങ്കിൽ ഒന്നും പറയാണ്ട് മനസ്സിനകത്ത് വെച്ചിരിക്കുക. ഇന്ന് നല്ലൊരു ദിവസമല്ലേ. ഇതാ പറയുന്നത്, ശ്രുതിയുടെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സഹായം ആയേനെ. ഇപ്പൊ അതല്ല രവി പ്രശ്നം. ആ ജലജ ആൾക്കാരും ഒക്കെ ഇപ്പൊ എങ്ങ് എത്തും അടുക്കള കാണാൻ. പെണ്ണുങ്ങൾ ആരെങ്കിലും ഇവിടെ വേണ്ടേ രവി? അമ്മ, സബീപ് എന്നെ വിളിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞു കുറച്ച് സീരിയസ് ആണ്, ബ്ലഡൊക്കെ വേണം. ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോവേ സ്റ്റേഷനിലേക്ക്. ശരി മാ. ഹലോ. ഹലോ. ആ കുട്ടിക്കൊന്നും വരുത്തരുതേ. സുദീപേ, ഞാൻ ആ ബ്ലഡിന്റെ കാര്യത്തിന് 2 പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാ. താങ്ക് യു അരുൺ. ഇഷയുടെ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ വലിയ പാടായിരുന്നു. അതെ, വേണമെങ്കിൽ നമുക്ക് വല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? ഞാൻ അറേഞ്ച് ചെയ്യാം. അത് ആലോചിക്കാം അരുൺ. ഈ ഡോക്ടർ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ടാ. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടാ? എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. പിന്നെ എങ്ങനെയുണ്ട് ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഐസിയുലേക്ക് മാറ്റിയിരിക്കുക. ഐസിയുല? അതിനെന്താ പ്രോബ്ലം? ശരി എന്നാ. പൊടിമോനെ, ബ്ലഡിന്റെ കാര്യം ഓക്കെ. അരുൺ തോമസ് 2 പേരും ഇങ്ങോട്ട് അയച്ചണെന്നാ പറഞ്ഞേ. രവിയോ ആരൊക്കെയോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കോളേജിലെ കുട്ടികളും ആരെയോ റെഡിയാക്കിയിട്ടുണ്ട്. എന്തൊരു ഗതികേട പൊടിമോനെ ഇത്. ജലചേച്ചിയൊക്കെ വരുമ്പോ വീട്ടിൽ ആരും ഇല്ല താനും. ഇന്നൊരു നല്ല ദിവസമല്ലേ? അതിന് അവരൊക്കെ ഇല്ല അവിടെ, അവർ നോക്കിക്കോളും. പക്ഷെ രവി അവിടെ ഇല്ലല്ലോ. എനിക്കൊന്നും അറിയില്ല എന്താകുമെന്ന്. എന്തായാലും നമുക്ക് ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് വരാം. വരൂ. കിട്ടിയോ മോളെ? ഇല്ല അമ്മേ, ഔട്ട് ഓഫ് റേഞ്ചാ. ഹോസ്പിറ്റലിലെ നമ്പർ വല്ലതും ഉണ്ടോ കയ്യിൽ? നീ ആ സബീനെ ഒന്ന് വിളിച്ചു നോക്ക്. എല്ലാവരും പരിധിക്ക് പുറത്താ.
ഹോസ്പിറ്റലിനകത്തായിരിക്കും. അതാ ആരെയും വിളിച്ചാ കിട്ടാത്തത്. നീ ടെൻഷൻ അടിക്കണ്ട, അവരിപ്പോ ഇങ്ങ് എത്തും. അവരൊക്കെ ഇന്ന് വരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തണ്ടേ അമ്മേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ? എന്ത് പണിയായി ഊട്ടിക്കാത്തതിനുള്ള വിഷമമാണല്ലേ? നിന്റെ പ്രായത്തിലുള്ള കൊച്ച അവിടെ ആശുപത്രി കിടക്കുന്നത്. അന്വേഷിച്ചോ ചത്തോ കെട്ടോ എന്ന്? ശ്രുതിക്ക് കുഴപ്പമൊന്നും കാണത്തില്ല പിള്ളച്ചേട്ടാ. കുഴപ്പങ്ങളുടെ തുടക്കമായത്. ഞാൻ പറഞ്ഞാൽ ആരും കേക്കത്തില്ലല്ലോ. മൊത്തം കുഴപ്പത്തിൽ. ഹലോ സുധിബേട്ട, എത്ര നേരമായി സുധിബേട്ട ട്രൈ ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റൽ ഐസിയുനകത്തായിരുന്നു. സ്കാനിങ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എപ്പോ വരും? ഇവിടെ അമ്മയും ബന്ധുക്കളും മാമന്മാരും ഒക്കെ ഇപ്പൊ ഇങ്ങ് എത്തും. ജയസുധ, ഞാൻ അങ്ങ് എത്തിക്കോളാം. കുറച്ച് ബ്ലഡ് ഉടൻ അറേഞ്ച് ചെയ്താൽ കഴിഞ്ഞു. പെട്ടെന്ന് വരണേ. ആ ശരി. സ്റ്റിൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്റേണലായി എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. അതിനാവും പോസിബിലിറ്റി. ലെറ്റ്സ് സീ. ഞാൻ മറ്റു ഡോക്ടേഴ്സുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. ജയസുധ എന്തു പറയുന്നു? ഏയ് കുഴപ്പമൊന്നുമില്ല. ബന്ധുക്കളൊക്കെ വന്നവര് പോയോ? പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ജയസുധ കാണുന്നില്ലല്ലോ. അവളകത്തുണ്ട്. വാ. ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യമാണോ പിള്ളച്ചേട്ടാ? എന്തുവാ താൻ എന്തുവാ പറഞ്ഞേ? നാട്ടു നടപ്പുള്ള കാര്യമാണോന്ന്. ഒരു പെൺകുട്ടി കയറി വന്നിരിക്കുക. അവള് വന്നപ്പോ ആട് കിടന്നെടുത്ത് പൂട പോലുമില്ലാത്ത അവസ്ഥയാ. ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ഇയാള് വലിയ വക്കീൽ, ആ മിടുക്കനായ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ മിടുക്ക് ഇവിടെ കാണിക്കണ്ട. അതെന്താ പിള്ളച്ചേട്ടാ അങ്ങനെ പറയുന്നേ? കാര്യം നമുക്ക് മനസ്സിലായി. അവരേതായാലും വരട്ടെ. ഓ, അതിന് ഇവിടുത്തെ കുട്ടിയൊന്നും അല്ലല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നേ. ഇവിടെ വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, ടാക്സിയും കാറും. അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിലേക്കും വിളിച്ചു പറഞ്ഞാൽ അവർ ആംബുലൻസിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. നീ അവനെന്ന് വിളിച്ചു നോക്കടി, ഇന്നെങ്ങാനും വരുമോന്ന്. അതോ അവിടെ നിന്ന് അവളുടെ പേരും കൂടി എടുത്തിട്ടേ വരുന്നുള്ളോ? ഒന്ന് വിളിച്ചു നോക്ക് ജയേ. എന്തായാലും മോശമായിപ്പോയി. ഞങ്ങളെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചതിന് തുല്യം അത്. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. എനിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല. അത്രയ്ക്ക് കേസുള്ള ദിവസം ഇന്ന്. ഒരുപാട് തിരക്കുള്ള ദിവസമാന്നേ. തിരക്കുള്ളവർക്കൊക്കെ പോകാം, വന്ന പോലെ പോകാം. എന്തായാലും സംഭവിച്ചു പോയി. അവരിങ്ങെത്തുന്നേ. നമ്മൾ ഈ ചായ കുടിച്ച് തീരുമ്പോഴേക്കും അവരിങ്ങെത്തും. പിന്നല്ലാതെ അവരിപ്പ ഇങ്ങ് എത്തും. എന്തേ, കിട്ടിയോ? റിംഗ് കൊണ്ട് എടുക്കുന്നില്ല. ജയയുടെ ആഭരണങ്ങളൊക്കെ എവിടെ? എന്തിനാടി പന്തലടിക്കുന്നതിന് മുമ്പ് പണ്ടങ്ങളൊക്കെ ഊരിവെച്ചത്? ഇങ്ങനെയൊക്കെ നിൽക്കാനാണോ ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നേ? എന്റെ ജലജ, ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമല്ല ജയസുധ ഇതൊക്കെ അടിച്ചു വെച്ചത്. അതിവിടെ വെക്കാൻ പോലും ജയസുധയ്ക്ക് ധൈര്യം പോരാ. ആ, അത് ശരിയല്ലല്ലോ. എന്ത് കരുതി എവിടെ വെക്കുന്നത്? പവന് 1 2 ആണോ? ഇവിടെയുള്ളവര് മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്. ആർക്കും വന്ന് കേറി താമസിക്കാവുന്ന ഒരു സത്രം. നീങ്ങ് വന്നേ. ഹലോ ഹലോ. ആ, ഞാനിപ്പോ അങ്ങ് എത്തും. ഓ, ഞാനൊരിടത്ത് കുടുങ്ങിപ്പോയതാന്നേ. ആ, എന്നാ ചെയ്യാനാ, കുടുംബകാരിയായി പോയില്ലേ. ഒഴിവാക്കാൻ പറ്റുമോ? ആ, ഞാനങ്ങെത്തിക്കോളാം. ഓക്കെ ഓക്കെ, ശരി. പോകേണ്ടവർക്കൊക്കെ പോകാം. അതെ, സ്വർണ്ണം ഒന്നും ഇവിടെ വെക്കണ്ട. നീ പറഞ്ഞതാണ് ശരി. വീട്ടിൽ വരുമ്പോ എന്റെ ലോക്കറിൽ വെക്കാം. ഞാനത് പറഞ്ഞപ്പോ സൗദാമ എന്താ പറഞ്ഞെന്നറിയോ? അതൊക്കെ സബീച്ചിയുടെ ലോക്കറിൽ വെക്കാന്ന്. അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. ഇവിടെ നീ പറയുന്നതേ നടക്കാവൂ, മനസ്സിലായില്ലേ? നമുക്കിറങ്ങാം. അവരിപ്പ ഇങ്ങ് എത്തും. ഒന്ന് സമാധാനപ്പെട. എന്തോന്ന് സമാധാനപ്പെടാനാ? നാട്ടു നടപ്പനുസരിച്ച് മാന്യന്മാരുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങായത്. കല്യാണത്തിന്റെ അന്ന് കല്യാണ ചക്കൻ ഏതോ ഒരുത്തിയുടെ കൂടെ ആശുപത്രിയിൽ, അതും പ്രസവം എടുക്കാൻ. നാട്ടുകാർക്കൊക്കെ ചിരിക്കാൻ കൊള്ളാം. അല്ല അമ്മ ഒന്ന് വിളിച്ചു നോക്കമ്മേ. ഞാൻ എന്തിനാ വിളിക്കുന്നേ? വിളിച്ചു നോക്കമ്മേ.
ഞാൻ സബിതി എന്ന് വിളിക്കട്ടെ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ടല്ലോ സിസ്റ്ററെ. ഈ ഐസ് നേരെ ചെന്ന് റൈറ്റിലേക്ക്. അമ്മച്ചി ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കട്ടെ. ശരി എന്നാ. സുദീപേ, ഡോക്ടറെ പിന്നെ കണ്ടായിരുന്നോ? ജലചേച്ചി, ഇതെന്ത് മര്യാദകടാ സബി കാണിക്കുന്നത്? എന്റെ മോളെ കെട്ടിച്ച വീട്ടിൽ അടുക്കള കാണാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇതിലും വലുത് അതായിരുന്നെങ്കിൽ പിന്നെ? ഞാനിത് ഇപ്പൊ എത്താം. ശ്രുതിയുടെ അവസ്ഥ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാ. എനിക്ക് അവളുടെ കാര്യം ഒന്നും കേക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത് പറ. ഇപ്പൊ എത്താം ചേച്ചി, ഇപ്പൊ എത്താം. ഇപ്പൊ വരൂന്ന്. നീ ഇങ്ങ് വന്നേ, വാ. അവരിപ്പൊ ഇങ്ങ് വരും, നിങ്ങൾ ഇരിക്കേ. ഇതിപ്പോ എന്താ സംഭവിച്ചു സുദീപേ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ചില ചടങ്ങുകൾക്കിടയിൽ ശ്രുതിയെ അങ്ങനെ ആർക്കും ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. ആളാകെപ്പാടെ ടയർഡായി പോയി. ഹേയ്, ഇതിപ്പോ എങ്ങനെ ഈ ഡോക്ടറെ നിങ്ങൾ സെലക്ട് ചെയ്തത്? ഈ ഡോക്ടറിന്റെ സീനിയർ ഡോക്ടറാ നോക്കിയിരുന്നത്. രവിച്ചേട്ടനും സവിതയെടുത്തേ കാണിച്ചിരുന്നത്. ആള് മെഡിക്കാണ്. എന്നാലും പുതിയ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലാകുമ്പോ കുറച്ചുകൂടെ കൺവീനിയന്റ് ആവില്ലേ? നമുക്ക് നോക്കാം. ആ എടോ, തൻ്റെ വീട്ടിൽ നിന്ന് വിരുന്നുകാരില്ലടോ. താനവിടെ വേണ്ടേ? താനെന്ന് അങ്ങോട്ട് പൊയ്ക്കോ, ഞാനിവിടെ നോളാം. സാരില്ല, അത് നടന്നോളൂ. ഹേയ് എടോ, അവനെന്താ കല്യാണ സ്ഥലത്ത് അലമ്പുണ്ടാക്കുന്നില്ലേ നമ്മൾ വിചാരിച്ചേ? അവനെന്തൊക്കെയോ പ്ലാൻ ചെയ്തുള്ള മൂവ്മെൻ്റാണ്. അവനെന്താ പറഞ്ഞതറിയോ? ഈ കല്യാണം നടക്കണം, അവൻ നടത്തുന്നു. എന്നിട്ട് നിങ്ങളുടെ ജീവിതം വരിഞ്ഞു മുറുക്കുത്രേ. ഇവനെങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാതെ. താനാ ഫോൺ അറ്റൻഡ് ചെയ്തേ? ലാസ്റ്റിൽ നീ എല്ലാം കൂടെ ചേർന്ന് അവളെ അങ്ങ് ICUലാക്കി അല്ലയോടാ? അല്ല, നീ എന്നെ വിളിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് നീ എങ്ങനെ അറിഞ്ഞു? രവിയേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. അവള് തലകറങ്ങി വീണെന്നും അഡ്മിറ്റ് ആയെന്നൊക്കെ പറഞ്ഞു. ബ്ലീഡിംഗ് ഉണ്ടല്ലേടാ, ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ ഡോണേഴ്സിനെയൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. അങ്ങോട്ട് വിടട്ടെ? വേണ്ട, ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. ഞങ്ങളെന്ന് പറഞ്ഞാ നീയും ആ എട്ടുകാലി മമ്മൂഞ്ഞും ആയിരിക്കും. അല്ല, നാട്ടിൽ കിടക്കുന്ന ഗർഭമെല്ലാം ഏറ്റെടുക്കുന്ന മുതലാളിയല്ലോടാ അരുൺ തോമസ്. അതുകൊണ്ട് പറഞ്ഞതാ. എടാ മച്ച, എന്നാലും നീ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോടാ. എടാ, ഞാനതിന് നിന്നോട് എന്താടാ ചെയ്തത്? അല്ല, നീ പറ. ആ ശരി, നടക്കട്ടെ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് വിളിക്കാം. എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഇഷയും കുഞ്ഞും സേഫ് ആയിരിക്കണം. അവൾക്കൊന്നും സംഭവിക്കല്ലേ, നീ ശ്രദ്ധിച്ചോണേ സുദീപേ. എടാ, നിന്റെ ഫസ്റ്റ് നൈറ്റ് ആകെ പൊട്ടിപ്പൊളിഞ്ഞു പോയല്ലയോ? മണിയറയിൽ കാത്തിരിക്കുകയല്ലയോ ജയസുധ? പക്ഷെ നീയോ നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഗർഭത്തിന് കാവലിരിക്കുന്നു. എടാ, അത് ചുമക്കാൻ അവിടെ കൊച്ചു മുതലാളി ഇല്ലയോ? തൽക്കാലം അതങ്ങോട്ട് അവന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അളിയൻ പോയിട്ട് അളിയന്റെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നേ. അടിച്ചു പൊളിക്കടാ. ചിയേഴ്സ്. ഓക്കെ. രവിയേട്ടൻ വിളിച്ചു പറഞ്ഞൂല്ലേ, ഇനി അവനെ വളരാൻ വിടണ്ടട്ടാ. അതെല്ലാവർക്കും ദോഷാണ്, പ്രത്യേകിച്ചും മക്ക് രണ്ടാൾക്കും. പൊടിമോനെ, പൊടിമോനെ, നീ തിരിച്ചു പോയിക്കോ. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും മാറട്ടെ. നീ ചെന്നാലേ ജയസുധിക്ക് സമാധാനാവൂ. ഞാനിപ്പോ എങ്ങനെ പോകുന്ന ഈ സിറ്റുവേഷനില് എന്തെങ്കിലും ആവശ്യം വന്നാലോ? എടുത്ത് ചെല്ല്, അതാ നല്ലത്. ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വന്നോളാം. നേരെ എത്രയായില്ലേ? നിങ്ങൾ രണ്ടാളും പോയിക്കോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ പോരെ? ഇനി ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഒരു കാര്യം ചെയ്, ഏട്ടത്തി തൽക്കാലം പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. ശരി, ഞാനിന്ന് ഡോക്ടറെ കണ്ടിട്ട് പോയിക്കോളാം. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. സുദീപിനെ കാണാത്തോണ്ട് വിഷമിച്ചു അല്ലേ? ശ്രുതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഒന്നും പറയാറായിട്ടില്ലമ്മേ. ഓ,
ഓ എന്തൊരു മഴയാ. സബിതേ, സുദീപ് എവിടെ? സുദീപ് ഇപ്പൊ വരും. ഇതെന്തൊരു കഷ്ടമാ സബി. പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയാ ഇത്രയും നേരം ഞങ്ങൾ കാത്തിരുന്നത്. അവനെന്താ വരാതിരുന്നത്? ശ്രുതിയുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഓട്ടത്തിലാ. അത് കൊള്ളാലോ. ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് അന്നേരം ഇറങ്ങിയത് അവൻ. ഇത്തരം റിസ്ക് എടുക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു സുരഭിയോ ജയകൃഷ്ണനോ ബന്ധം പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരു പരിചരണം? അതൊന്നും അല്ലെന്നേ. ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നതിന് സബിതയ്ക്കും രവിക്കും അതിനുള്ള ഗുണം കാണും, ഇല്ലേ സബി? ഒന്ന് വന്നിങ്ങോട്ടെ, ഞാനും ചോദിക്കട്ടെ. വരാൻ ഇത് വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ. എന്റെ രാജേഷേ, ആദ്യമായിട്ടാ കെട്ടിക്കേറി വന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നാണം കിടന്നത്. ദേ ഇനി മേലാൽ ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല കേട്ടോ. എന്തുവായത്? എപ്പോ വന്നതാ നമ്മളിവിടെ? ദേ ഓരോ കോളുകൾ വന്നോണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ, കഷ്ടം തന്നെ. സബിതേ, ഞാനൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാനിതിലൊക്കെ എന്ത് ഉത്തര പറയേണ്ടത്? ഞാനങ്ങ് പറയട്ടെ. നിങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് ആ വഴി പഠിച്ചവളെ ഇവിടെ നിർത്തി പ്രസവിപ്പിച്ച് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വളർത്താനാണെന്ന് പറയട്ടെ ചേച്ചി. അത് പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ജലചേച്ചി വേണ്ട, അതൊന്നും പറയണ്ട ചേച്ചി. ഇത്രയും നാൾ ഇതൊക്കെ സഹിച്ചതല്ലേ. പിന്നെ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നേ? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്ത കാര്യം അറിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും നടത്തുന്ന നേർച്ചകളും വഴിപാടുകളും ഒക്കെ അറിയാലോ. മഹാലക്ഷ്മി പോലെ കിട്ടിയ ഭാഗ്യം ഇത്. അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും ഒന്നും അറിയില്ല. അവരത് അറിയണ്ട. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പ്ലീസ് ചേച്ചി. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് ആരുടെ കുഞ്ഞാന്ന് പറയാ? നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇവളേതോ സുരഭിയുടെയോ ജയകൃഷ്ണന്റെയോ ഭാര്യയാണ്, ബന്ധുവാണെന്നൊക്കെ അല്ലേ? നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു. ഇപ്പൊ അവള് തന്നെ പറയാ അവള് പിഴച്ചവളാണെന്ന്. അതും എന്റെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എന്നിട്ട് അവളുടെ നിറവേറും ചുമന്നോട് നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുവന്നു. ഞാൻ കരുതി നിങ്ങൾ വീട്ടിൽ നിർത്തിയിട്ട് വരുമെന്ന്. വന്നതും പോരെ എല്ലായിടത്തും കയറി നിറഞ്ഞങ്ങ് നിൽക്കുക. ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തൊലി ഉരിഞ്ഞു പോയി. ഇപ്പൊ ഇതാ ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കുക. ഇനി പറ, ഈ അച്ഛനോടും അമ്മയോടൊക്കെ നിങ്ങൾ എന്താ പറയാൻ പോകുന്നെന്ന്? ഒരു സുപ്രഭാതത്തിൽ കൈക്കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോ ഇവള് സുരഭിയുടെ അനുജത്തിന്റെ കുഞ്ഞാണെന്ന് പറയോ, അതോ കളഞ്ഞു കിട്ടിയതാണെന്ന് പറയോ? നിങ്ങൾ എന്തു പറയും? അത് പറ സബിതേ. ചേച്ചി, ഞങ്ങള് പറഞ്ഞതുപോലെ നിയമപരമായി ദത്തെടുത്തെന്ന് പറയും. അവരത് വിശ്വസിച്ചോളും ചേച്ചി. കൊള്ളാം, നല്ല നാടകം. കുട്ടികളില്ലാത്തതിന്റെ വേദന ചേച്ചിക്ക് അറിയില്ലല്ലോ. സബിതേ, ഈ കൊച്ചിന്റെ ഏതെങ്കിലും ഒരു അവകാശം നിങ്ങൾ കണ്ടാൽ അറിയുവോ? സ്വയം പിഴച്ചവളെന്ന് പറയുന്നവളെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നാളെ ഇതിനൊരു അവകാശം വരില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? എനിക്കൊന്നും അറിയില്ലേ. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ജയസുദേ, മോളെ നീ വിഷമിക്കണ്ട, അവനിങ്ങ് വരും. ഹോസ്പിറ്റലിലെ കാര്യമല്ലേ. അച്ഛനൊന്നും പറഞ്ഞില്ലേ അമ്മേ? ഒത്തിരി വിഷമിച്ചു കാണും. അവൻ ചെയ്തതും തെറ്റല്ലേ? അച്ഛൻ ഇപ്പോഴും ആ പഴയ മനസ്സാ. ഒത്തിരി സ്നേഹവും വല്ലാത്ത കരുതലും ഉള്ള ആളാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ചേട്ടന് ഒത്തിരി ഇഷ്ടവും അച്ഛന്. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ മോളെ, ഇതൊരു പുതിയ ജീവിതം. ഇന്നലെ വരെ ഉള്ളതല്ല. ഇവിടെ നീ നല്ലൊരു മരുമോളാവണം. സ്നേഹം വേണം, എല്ലാവരെയും സ്നേഹിക്കണം, ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും അച്ഛനെ. അതൊക്കെ എനിക്ക് അറിയില്ലേ അമ്മേ, ഞാൻ നോക്കിക്കോളാം. പിന്നെ എല്ലാ കാര്യത്തിലും നിന്റെ ഒരു നിയന്ത്രണം വേണം, പ്രത്യേകിച്ച് സുദീപിന്റെ കാര്യത്തിൽ. നീ പറയുന്നത് അവൻ കേൾക്കണം, മനസ്സിലായോ? അതെല്ലാം ഞാൻ ഏറ്റു. അമ്മ നോക്കിക്കോ. പിന്നെ നിങ്ങൾക്കിവിടെ അസൗകര്യമാണെങ്കിൽ പുതിയ ഫ്ലാറ്റിലേക്ക് മാറാം. അതാവുമ്പോ പാല് കാച്ചിയാ മതിയല്ലോ. അതൊക്കെ സുദീപേട്ടൻ ഇപ്പൊ സമ്മതിക്കുവോ? പതുക്കെ നടക്കൂ, പക്ഷെ അതാ നല്ലത്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യ സൗകര്യമൊക്കെ കിട്ടുമല്ലോ. നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ദേ, ആരോടും പറയണ്ട. എന്താ നിന്റെ പേരിൽ ഏട്ടൻ ഒരു 10-20 സെന്റ് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. എന്റെ പേരിലോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ ഉണ്ട്, രഹസ്യമായിട്ട് വെച്ചേക്കണം. നിന്റെ അച്ഛന് പോലും അറിയില്ല. അവിടെ ഒരു ചെറിയ ബംഗ്ലാവ് പണിയാനുള്ള കാര്യം മാമൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് സന്തോഷായോ? ആ, അവൻ എത്തുമ്പോ വിളിക്കാൻ പറയണം.
രാവിലെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരണം. ഞങ്ങൾ കേട്ടോ? വന്നോളാം അമ്മേ. അമ്മ ഇറങ്ങ. ഉം. ഇയാൾ പൊയ്ക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എടാ മച്ചാ, നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇവിടെ? ആ, നിനക്കെന്ത് ഫസ്റ്റ് നൈറ്റ്? ഇത് എത്രാമത്തെ നൈറ്റ് അല്ലേ? അതൊന്നും നിനക്കൊരു പുതുമയല്ലല്ലോ. അങ്ങനെ ഒരു അൺഒഫീഷ്യൽ ആദ്യ രാത്രിയുടെ റിസൾട്ട് ആണല്ലോ ദാണ്ട ICU കിടക്കുന്നത് അല്ലേ? അല്ല, അങ്ങനല്ലയോ മച്ചാ? ഹായ്, നീ എന്നെ നോക്കി ദഹിപ്പിക്കണ്ട. നിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കണ്ടേ? ദേ, ഒരുത്തൻ അരിച്ചാക്ക് പോലൊരു കുപ്പായൊക്കെ ഇട്ട് നിന്നെ സഹായിക്കാനെന്ന വ്യാജന ഈ കോറിഡോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ട് കളിക്കുന്ന കണ്ടോ? അപ്പോൾ ഞാൻ വരായിരുന്ന എങ്ങനെയാടാ? അല്ല മച്ചാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ഇരുമെയ്യാണെങ്കിൽ ഒരു മനമല്ലേ? നീ ഒരു മനുഷ്യനാണോടാ? പിന്നെ മനുഷ്യനല്ലാണ്ട്? അതുകൊണ്ടല്ലേടാ ഞാൻ വന്നത്. പണ്ട് പോലീസുകാരോട് കള്ളനായ അച്ഛനെ രക്ഷിക്കാൻ കൊച്ചു പറഞ്ഞ എന്താണെന്നറിയാവോ? അച്ഛൻ തട്ടുംപുറത്തില്ലാന്ന്. അതുപോലെ ഈ കൊച്ചിൻ്റെ അച്ഛൻ ഞാനല്ല നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാ ദാ ഒരുത്ത എട്ടുകാലിയെ പോലെ ഇഴഞ്ഞു കിടന്ന് ഇതെൻ്റെ ഗർഭമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെല്ലടാ, നീ വീട്ടിലോട്ട് പോയിക്കോ. മാലാക പോലുള്ള ജയസുധ കാത്തിരിക്കുമല്ലേ വീട്ടിൽ. നീ വിട്ടോടാവേ. ചെല്ലടാ. ബിലേറ്റഡ് ഫസ്റ്റ് നൈറ്റ് വിഷസ് മച്ചാ. സുദീപേ, ആ വേണ്ടോ, ഇയാൾ വിട്ടേക്ക്, താൻ പൊയ്ക്കോടോ. ഇയാൾ പൊയ്ക്കോന്നേ, ചെല്ലേ. ഷിഫ്റ്റാണോ?